മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെ നേതൃരഹിതമായിരുന്ന കേരള യൂത്ത് കോൺഗ്രസിന് പുതിയ സാരഥിയെ കിട്ടിയിരിക്കുകയാണ്. അഡ്വക്കേറ്റ് OJ ജനീഷിനെ സംസ്ഥാന അധ്യക്ഷനാക്കി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതോടെ ദീർഘനാളായി നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിന് അവസാനമായി. എന്നാൽ ഈ നിയമനം കോൺഗ്രസിന്റെ യുവനിരയ്ക്ക് പുതിയ ഊർജം പകരുമോ എന്നതാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെ സംഘടന പ്രവർത്തനരഹിതമായ അവസ്ഥയിലായിരുന്നു. ഈ കാലയളവിൽ സംഘടനയുടെ നിലപാട് കൃത്യമായി പറയാനോ പ്രതിഷേധങ്ങൾ ഉയർത്താനോ പ്രവർത്തകർക്ക് കാര്യമായി സാധിച്ചിരുന്നില്ല. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താനുള്ള ചുമതല ഇപ്പോൾ OJ ജനീഷിനാണ്. തൃശ്ശൂരിലെ ഒരു സാധാരണ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നും വളർന്നു വന്നയാളാണ് OJ ജനീഷ്. KCUവിലൂടെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. പെരുമ്പാവൂർ പോളിടെക്നിക്കിലെ യൂണിറ്റ് പ്രസിഡന്റായി തുടക്കം, മാള നിയോജക മണ്ഡലം പ്രസിഡന്റ്, തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ്, KSU ജില്ലാ പ്രസിഡന്റ് എന്നിങ്ങനെ എല്ലാ നിലകളിലും സംഘടനാ മികവ് തെളിയിച്ചയാളാണ് അദ്ദേഹം. യൂത്ത് കോൺഗ്രസ് കൊടകര നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റായിട്ടും പിന്നീട് തൃശൂർ ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ച അനുഭവം ജനീഷിന് ഈ സ്ഥാനത്തേക്ക് എത്തിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ പാർട്ടിയോട് ചേർന്ന് നിൽക്കുകയും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അതീതമായി പ്രവർത്തകരോടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്നതും ജനീഷിനെ സ്വീകാര്യനാക്കി. ഈ കാരണങ്ങൾ തന്നെയാകാം യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് ജനീഷിനെ എത്തിക്കാനായിട്ടുള്ള കാരണവും. നിയമസഭാ തിരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ദൂരം കുറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്കേറ്റിൽ ക്ഷീണം മാറ്റേണ്ട ചുമതല OJ ജനീഷിന്റേതാണ്. മാങ്കൂട്ടത്തിൽ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക് വരേണ്ടിയിരുന്നത് അബിൻ വർക്കിയായിരുന്നു. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി രണ്ടാമതെത്തിയ അബിനാണ് സ്വാഭാവികമായും ആ സ്ഥാനം അവകാശപ്പെട്ടതെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം വാദിച്ചിരുന്നു. എങ്കിലും പ്രയോജനമൊന്നും ഉണ്ടായില്ല. AI ഗ്രൂപ്പുകളെയും KC വേണുഗോപാൽ പക്ഷത്തെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താനുള്ള ഒത്തുതീർപ്പ് ഫോർമുലയാണ് യൂത്ത് കോൺഗ്രസിൽ ഇപ്പോൾ നടന്നത്. അബിൻ വർക്കിക്ക് താല്പര്യമില്ലാത്ത ദേശീയ പദവി കെട്ടിയേൽപ്പിച്ച് നാട് കടത്തുകയാണെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ഇത് കേവലം ഒരു പദവി നൽകിയ ഒതുക്കൽ മാത്രമല്ല, സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന ഒരു യുവ നേതാവിനെ തന്ത്രപൂർവ്വം ഡൽഹിയിലേക്ക് മാറ്റി എന്നുമാണ് വിലയിരുത്തുന്നത്. പ്രവർത്തകരുടെ പിൻബലത്തേക്കാൾ ഗ്രൂപ്പ് തലവന്മാരുടെ താല്പര്യങ്ങൾക്കാണ് കോൺഗ്രസിൽ പ്രാധാന്യം എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. തുടർച്ചയായി 2 തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്ന ഈ ഒരു സമയത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ OJ ജനീഷിന്റെ കീഴിൽ യൂത്ത് കോൺഗ്രസ് സജ്ജമാകേണ്ടതുണ്ട്.